പെരിങ്ങടവിള പഞ്ചായത്തിലെ കോടികളുടെ തൊഴിലുറപ്പ് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ അപ്പീൽ അപ്പലേറ്റ് അതോറിറ്റി തള്ളി. ജില്ലാ ഓംബുഡ്സ്മാന്റെ ഉത്തരവ് സംസ്ഥാന അതോറിറ്റി ശരിവെച്ചു. ഭരണസമിതിയുടെ ഭീഷണിയെ തുടർന്നാണ് ക്രമക്കേട് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതോടെ 4 വർഷത്തെ ഫണ്ട് വിനിയോഗത്തിൽ സമഗ്ര ഓഡിറ്റിനും വിജിലൻസ് അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. നഷ്ടം ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കാനും കളക്ടർ അടിയന്തര നടപടി സ്വീകരിക്കാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, ഇത് നേരത്തെ തന്നെ വളരെയധികം വിവാദമായ ഒരു സംഭവമാണ്. പെരിങ്ങടവിള ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഫണ്ട് വിനിയോഗത്തിനുള്ള അവാർഡ് ഇപ്പോൾ 3ാം സ്ഥാനം ജില്ലയിൽ തന്നെ നേടിയ ഒരു പഞ്ചായത്തായിട്ടാണ് കണക്കാക്കി ഇപ്പോൾ അവാർഡ് കണ്ണൂരിൽ നിന്ന് വാങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ തൊഴിലുടമകളുടെ കാർഡുകൾ കരസ്ഥമാക്കി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഓവർസീർ അടക്കമുള്ളവർ പങ്കുചേർന്നുകൊണ്ടാണ് ഈ പല ബിനാമികൾക്കും ഒപ്പം ചേർന്ന് നിന്ന് ഇത്തരത്തിൽ വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പ് അവസാനം ജില്ലാ ഓംബുഡ്സ്മാന്റെ പക്കൽ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഈ അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരം മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറിന് ഉത്തരവ് സമർപ്പിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഈ ഓവർസീർ അടക്കമുള്ളവരെയും അക്രഡിറ്റ് എഞ്ചിനീയറെയും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ എന്തായാലും ഈ അപ്പീലുമായി ബന്ധപ്പെട്ട് അപ്പലേറ്റ് അതോറിറ്റിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നതും ഓവർസീർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ്. ഇതിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പങ്കുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളിലെയും ജനപ്രതിനിധികൾ ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ വലിയ തട്ടിപ്പാണ്. അതിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ അപ്പീലിനെ തള്ളിക്കൊണ്ട് നിലവിൽ നടക്കുന്ന ഈ അന്വേഷണം, ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ രീതിയിൽ യാതൊരുവിധ നീക്കങ്ങളും പാടില്ല എന്നാണ് സംസ്ഥാന ഓംബുഡ്സ്മാൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മിഷൻ ഡയറക്ടർ ഈ ഉത്തരവുകൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്തിൽ തന്നെ ഈ പഞ്ചായത്തിലെ ഗ്രൗണ്ടുണ്ട്, അതുപോലെ തന്നെ റോഡുകളുണ്ട്. ഇതെല്ലാം തന്നെ JCB ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കേണ്ട 100 ദിനം ആ തൊഴിലെടുക്കേണ്ടുന്ന ആ തൊഴിലാളികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തേണ്ടുന്ന തൊഴിലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്രിമം നടത്തിയത് അതിന്റെ ഫോട്ടോകളടക്കം പല വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും ഫോട്ടോകൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയത്. എന്തായാലും തൊഴിലുടമകൾ പോലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പരാതി ഉയർന്നപ്പോഴാണിത് വ്യാപക രീതിയിൽ അന്വേഷണം നടത്തിയതും ഇപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രുതി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.